എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്വയംഭോഗത്തിന്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് പുതിയ പഠനം പറയുന്നത് ഒന്ന് കേട്ടു നോക്കൂ. അതെ, സ്വയംഭോഗം സാധാരണവും ആരോഗ്യകരവുമായ ലൈംഗിക പ്രവൃത്തിയാണ്. എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾ സ്വയംഭോഗം ചെയ്യുന്നുണ്ട്. ആരോഗ്യപരമായ ഏറെ യാഥാർത്ഥ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പലർക്കും ഇത് സംബന്ധിച്ച് പല സംശയങ്ങളും തെറ്റിദ്ധാരണകളും ഉണ്ട്. ഇത് വന്ധ്യത വരുത്തും, പുരുഷന്റെ ശേഷിയെ കുറക്കും തുടങ്ങി പല ധാരണകളും ഇതിലുണ്ട്. സ്വയംഭോഗം ബീജങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നതിന് കാരണമാകുമോ? സ്വയംഭോഗം ബീജത്തിന്റെ എണ്ണത്തെയോ സാധാരണ ആരോഗ്യമുള്ള പുരുഷന്റെ പ്രത്യുൽപാദന ക്ഷമതയെയോ ബാധിക്കുമെന്ന് പൊതുവേ കരുതപ്പെടുന്നില്ല. ഗൈനക്കോളജിസ്റ്റും ഫെർട്ടിലിറ്റി വിദഗ്ധനുമായ ഡോക്ടർ പറയുന്നത്, അദ്ദേഹം ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ബീജങ്ങളുടെ എണ്ണം കുറവാണെന്ന് കണ്ടെത്തിയാൽ ഗർഭം ധരിക്കാൻ ശ്രമിക്കുമ്പോൾ ഒപ്റ്റിമൽ ബീജത്തിന്റെ അളവിനായി 2-3 ദിവസത്തേക്ക് സ്ഖലനം ചെയ്യരുതെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇടയ്ക്കിടെയുള്ള സ്വയംഭോഗം ബീജത്തിന്റെ എണ്ണത്തെയോ ഗർഭിണിയാകാനുള്ള കഴിവിനെയോ ബാധിക്കില്ല. വാസ്തവത്തിൽ സ്വയംഭോഗത്തിന് ശാരീരികവും മാനസികവുമായ ആരോഗ്യ ഗുണങ്ങളുണ്ട്. മാത്രവുമല്ല, സ്വയംഭോഗം സമ്മർദ്ദവും ശാരീരിക പിരിമുറുക്കവും ഒഴിവാക്കുന്നതിനായി പഠനങ്ങൾ പറയുന്നുണ്ട്. സ്വയംഭോഗത്തിന്റെ ആരോഗ്യ ഗുണങ്ങളെ 1. സ്വയംഭോഗവും ലൈംഗികതയും തലച്ചോറിലെ എൻഡോർഫിനുകളുടെ പ്രകാശനത്തെ ഉത്തേജിപ്പിക്കുകയും മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. സെക്സ് സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട കോർട്ടിസോൾ എന്ന ഹോർമോണിന്റെ അളവ് കുറയ്ക്കുന്നു. 2. ഓക്സിറ്റോസിൻ, പ്രോലാക്റ്റിൻ തുടങ്ങിയ രാസവസ്തുക്കളുടെ പ്രകാശനം സ്ഖലനം ഉത്തേജിപ്പിക്കുന്നു. ഇവ നല്ല ഉറക്കം ലഭിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. 3. സ്വയംഭോഗവും രതിമൂർച്ചയും പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. സ്വയംഭോഗം ലൈംഗിക അവയവങ്ങളിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു. ഇത് ലൈംഗിക അവയവങ്ങൾ ശരിയായി പ്രവർത്തിക്കാൻ കാരണമാകുന്നു. 4. പ്രോസ്റ്റേറ്റ് ക്യാൻസറിനുള്ള സാധ്യത കുറയ്ക്കുന്നു. പുരുഷന്മാർക്ക് പ്രതിമാസം 20 തവണയിൽ കൂടുതൽ സ്ഖലനമുണ്ടായാൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത 20% കുറവാണെന്നാണ് യൂറോപ്യൻ ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം പറയുന്നത്. 5. സ്വയംഭോഗം ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതിന് സഹായകമാണെന്ന്. ലൈംഗികതയുടെ അഭാവം അഥവാ മാസത്തിൽ ഒരിക്കലോ അതിൽ കുറവോ ആണെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നതായി അമേരിക്കനിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു ടിപ്പുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ.